ഹായ് എവരി വൺ, എല്ലാവരും കളിയൊക്കെ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ബ്രൈറ്റൺ വേഴ്സസ് മാൻ യുണൈറ്റഡ്. ബ്രൈറ്റൺ ഓഫ് കോഴ്സ് നമുക്കറിയാം, ബ്രൈറ്റൺ ഡിസേർബിയുടെ ലീഡർഷിപ്പിൽ വന്ന ഒരു ടീമാണ്. അന്ന് ഇപ്പോൾ ഡിസേർബി പോയി, പക്ഷേ എന്നാൽ പോലും ബ്രൈറ്റൺ ഒരു നല്ല ടീമാണ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാ കഴിഞ്ഞ സീസണിലെ കളികൾ നോക്കിയാലും ഇപ്പോൾ ഇന്നത്തെ കളി നോക്കിയാലും അവർക്ക് ആ ത്രെട്ടുണ്ട്. അത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന സാധനമല്ല. പക്ഷേ ഈ ഗെയിം സത്യം പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം നമ്മളിതിനെ ഇപ്പം ഓരോ പോയിൻ്റായി നമ്മളിതിനെ അനലൈസ് ചെയ്യുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഗെയിമിൽ നമ്മൾ തുടങ്ങിയത് തന്നെ ഈ ഗെയിം എങ്ങനെയാണ്? ഈ ഗെയിം ഒരു സ്ട്രൈക്കർ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫോൾസ് 9 അല്ലെങ്കിൽ 2 ഫോൾസ് 9 യൂസ് ചെയ്ത് കളിക്കുക, കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക, ഇങ്ങോട്ട് പ്രഷർ ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് മാക്സിമം പ്രഷർ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ത്രൂ ബോളോ ലോങ് ബോളോ കളിച്ചിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുക, ഗോൾ അടിക്കാൻ ശ്രമിക്കുക. ശരി, അതാണ് നമ്മുടെ സ്ട്രാറ്റജി എങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കണത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രൈക്കർ വേണ്ടേ? നിങ്ങൾക്കൊരു സ്ട്രൈക്കർ ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുക? എനിക്ക് എത്ര ഞാൻ ആലോചിച്ചിട്ടും ശരി, കൗണ്ടർ അറ്റാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി ആദ്യമേ തന്നെ. മാക്സിമം ഒനാന, മഗ്വയർ, മാർട്ടീനസ്, അവരൊക്കെ ഡാലോയൊക്കെ ബോള് ഫൈനൽ ഹാഫിൽ നമ്മുടെ ഹാഫിൽ വെച്ചിട്ട് കളിക്കുമ്പോൾ അത് അവസാനത്തെ ബോക്സിൻ്റെ അറ്റത്താണ് കളിക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള കളിയാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ മാക്സിമം പ്രഷർ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക. മാക്സിമം പ്രഷർ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ ബോള് അവരെ ലൈൻ മാക്സിമം ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് ബോൾ കളിക്കുക. റാഷ്ഫോർഡിനോ അമാദിനോ അല്ലെങ്കിൽ ബ്രൂണോയ്ക്കോ ലോങ് ബോൾ കളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വിങ്ങിലേക്ക് മാറ്റി ഓടി കയറി ഷൂട്ട് ചെയ്യുക. ശരി, അങ്ങനെ ഓടി കയറുന്ന സമയത്ത് നമുക്കൊരു സ്ട്രൈക്കർ വേണ്ടേ? പാസ് ചെയ്യാൻ ഒരു സ്ട്രൈക്കറുണ്ട്. ഒരു നമ്മൾ ക്രോസ് ചെയ്യാറില്ല ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പാസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനെങ്കിൽ ഒരു സ്ട്രൈക്കർ വേണ്ടേ ലോങ് ബോൾ കളിക്കുമ്പോൾ? ശരി, അതാണ് എനിക്ക് തുടക്കം മുതലേ കളി പോയി എന്നുള്ളത് ആദ്യമേ മനസ്സിലായി. കാരണം ഇതൊരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ടാക്റ്റിക്കാണ്. വളരെ ഫൂളിഷ് ആയിട്ടുള്ള ഒരു ടാക്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്റ്റാർട്ടിംഗ് 11 എന്താണ്? എന്ത് ക്രൈറ്റീരിയയിലാണ് ഈ സ്റ്റാർട്ടിംഗ് 11 എടുത്തിരിക്കുന്നത്? എനിക്കറിയില്ല. ടെൻഹാഗിന് കഴിഞ്ഞ സീസണിൽ 8ാം സ്ഥാനത്ത് പോയി ഒരു കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു മാനേജർ റോളിൽ നിന്ന് കിട്ടിയിട്ട്, അതും ഫാൻസിൻ്റെ ഒക്കെ കുറേ സപ്പോർട്ടൊക്കെ കൊണ്ടാണ് പുള്ളിക്ക് കിട്ടിയത്. കാരണം പുള്ളിക്ക് പ്രോപ്പറായ ട്രാൻസ്ഫർ ബാക്കിംഗ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ക്രൈറ്റീരിയാസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് പുള്ളിക്ക് വീണ്ടും ആ ജോബ് റോളിൽ നിൽക്കാൻ പറ്റിയത്. എന്നിട്ടും പുള്ളിയെ തോപ്പിച്ച അതേ കളിക്കാരെ കൊണ്ട് തന്നെ പുള്ളി വീണ്ടും കളി തുടങ്ങുകയാണ്. എന്തിനാ പിന്നെ ഇപ്പം ഡിലിറ്റിനെയും സെർഗ്സിയൊക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കളഞ്ഞ എന്തിനാ? പിന്നെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യമേ അതും കളിച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാണ് ഈ ആൾക്കാർക്ക് ഹോപ്പ് തന്നിട്ട് വെറുതെ അവരെ? ഇപ്പോൾ ഡിലിറ്റ് വരുന്നു, സെർഗ്സി വരുന്നു, ഉഗാട്ടെ വരുന്നു, പിന്നെ ആരൊക്കെയൊക്കെ വരുന്നു. അങ്ങനെ പല പ്ലെയേഴ്സിനെ നമ്മൾ വാങ്ങുന്നു. മസ്റാവി, ഇവരൊക്കെ വാങ്ങിച്ച് നിങ്ങൾ മസ്റാവി കളിപ്പിച്ചു. ഓക്കെ, വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും മസ്റാവിയും കളിപ്പിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തിനാ ഈ പ്ലേയേഴ്സിനെയൊക്കെ വാങ്ങുന്നത്? പിന്നെ സമയം കളയാനായിട്ട് പഴയ കളിക്കാരെ തന്നെ വീണ്ടും കളിപ്പിച്ചാൽ പോരെ?
വീണ്ടും നമുക്ക് അറിയാമല്ലോ, നമ്മൾ പഴയ കളിക്കാരെ ഇപ്പോൾ റാഷ്ഫോർഡിനെയും മഗ്വയറിനെയും മൗണ്ടിനെയും ഒക്കെ കളിപ്പിക്കുമ്പോൾ നമുക്ക് മെക്ടോമിനെയൊക്കെ കളിപ്പിക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. എന്താണ് അവരുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാന്നുള്ള നമുക്ക് അറിയാമെന്നുള്ളതല്ലേ. പിന്നെ എന്തിനാണ് അവരെ കളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അതൊരു അല്പമെങ്കിലും അറ്റ്ലീസ്റ്റ് റൂഡ് വാൻ നിസൽറോയ് എങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നടത്തും. പക്ഷേ ചിലപ്പോൾ മേ ബി റൂഡ് വാൻ നിസൽറോയ്ക്ക് ചിലപ്പം ഹെഡ് കോച്ചിന് ഓർ ടേൺ ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല. എന്നാൽ പോലും ഇത്രയും ഒരു വലിയൊരു ക്ലബ്ബ് ഇത്രയും ഫൂളിഷ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക്, കാരണം ഒരു സ്ട്രൈക്കറില്ല. നമ്മൾ എന്തിനാ പിന്നെ ഹോയ്ലൻഡിനെയും സെർക്സിനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. സ്ട്രൈക്കറില്ല, ശരി, സ്ട്രൈക്കർ ഇല്ലെങ്കിൽ മനസ്സിലാകാം. സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള 2 എഫിഷ്യൻ്റ് ആയിട്ടുള്ള കളിക്കാർ നമുക്കുണ്ട്. ഒന്ന് സെർക്സി ഉണ്ട്, ഒന്ന് ഹോയ്ലൻഡ്. ഹോയ്ലൻഡ് ഇഞ്ചുറിയാണ്, ഓക്കെ ശരി. സെർക്സി നിൽക്കുകയല്ലേ കഴിഞ്ഞ കളിയിൽ സ്കോറർ, നല്ല ലിങ്കപ്പിലെ കളിക്കാൻ കപ്പാസിറ്റിയുള്ള, നല്ല ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സെർക്സി ഉണ്ടല്ലോ. സെർക്സി നിങ്ങൾ കളിപ്പിക്കുന്നതാണ്. ടെൻഹാഗിന് ഇത് ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ടെൻഹാഗ് ഈസ് ആൻസറബിൾ ടു ദിസ്. ഇന്നത്തെ കളിയുടെ 100% ഉത്തരവാദിത്വം ടെൻഹാഗിൻ്റെ കയ്യിലാണ്. നമ്മുടെ തോറ്റതിൻ്റെ ഏറ്റവും വലിയ റീസൺ ടെൻഹാഗാണ്, അല്ലാതെ മറ്റൊരാളുമല്ല. ഞാൻ പറയാമല്ലോ, മെഗ്വയർ ആദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. മെഗ്വയർ മിസ്റ്റേക്ക് ഉണ്ടാക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മെഗ്വയർ ആദ്യമായിട്ടാണ് മിസ്റ്റേക്ക് ഉണ്ടാകും. മെഗ്വയറിന് ഒരു ലിമിറ്റ് ഉണ്ട്. മെഗ്വയറിന് കളിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കളിയുണ്ട്, അത് മാത്രമേ മെഗ്വയറിന് പറ്റുള്ളൂ. മെഗ്വയറിന് വളരെ ആക്രോബാറ്റിക് ആയിട്ട്, വളരെ സ്പീഡി ആയിട്ട് പെട്ടെന്ന് കളിക്കുന്നതിന് മെഗ്വയറിന് പരിമിതികളുണ്ട്. പരിമിതികളുണ്ട് മെഗ്വയർ കളിക്കുന്നതിന്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എത്ര വർഷമായിട്ട് മെഗ്വയറിനെ കാണുന്നതാണ്. ടെൻഹാഗ് കാണുന്നതിന് മുമ്പേ നമ്മൾ കാണുന്നതാണ്. മെഗ്വയറിന് പരിമിതികളുണ്ട്. അദ്ദേഹം കളിക്കാൻ പറ്റാത്ത മോശം കളിക്കാരനെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന ചിലപ്പം ഇപ്പോൾ അവസാനത്തെ ഫൈനൽ ഒരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സോ ഒക്കെ ചിലപ്പോൾ പുള്ളിക്കാരന് വന്നിട്ട് ഒരു ഡിഫെൻഡ് നല്ല സ്ട്രോങ് ആയിട്ട് ലോങ് ബോൾ കളിക്കുന്ന ഒരു ടീമിനെതിരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അത് നല്ല ഫിസിക്കലായിട്ട് കളിക്കുന്ന ഒരു ടീമിനെതിരെ ചിലപ്പം ഒരു സ്ട്രോങ് ബോഡി, ഒരു നല്ലൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ മെഗ്വയറിന് കളിക്കാൻ പറ്റും. പക്ഷേ അല്ലാതെ മെഗ്വയറിന് ഇപ്പം വെൽബെക്കും ഇപ്പോൾ പുതിയൊരു കളിക്കാരൻ വന്നില്ല, അവരുടെ പേര് ഞാൻ മറന്നു, പുതിയൊരു നല്ല സ്പീഡ്, അദ്ദേഹം വിങ്ങിൽ റൺ ചെയ്യുന്ന അവരുടെ ബ്രൈറ്റണിൻ്റെ എന്ത് സ്പീഡാണ്. ഞാൻ ആലോചിച്ചു, നമ്മൾ റാഷ്ഫോർഡൊക്കെയാണ് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് ഈ കളിക്കാരെയൊക്കെ വെറുതെ വാങ്ങിച്ചു കൂട്ടുക, അവർ നേരെ ഉപയോഗിക്കാതിരിക്കുക, വെറുതെ ആൾക്കാരുടെ ടൈം വേസ്റ്റ് ചെയ്യുക, കാണുന്നവരുടെ ടൈം വേസ്റ്റ് ചെയ്യുക. കളിക്കാർ വെറുതെ വന്നിട്ട് ബെഞ്ചിൽ അവരുടെ കോൺഫിഡൻസ് എത്രയായിരിക്കും ആലോചിച്ച് നോക്കുക. അവർ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളൊരു തോന്നൽ അവർക്ക് തന്നെ തോന്നില്ലേ. മാനേജർ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോന്ന്. ഈ കളി നമ്മൾ വെറുതെ വെട്ടിക്കയറി അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ എല്ലാവർക്കും എത്രത്തോളം കളിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ റാഷ്ഫോർഡ് എത്രത്തോളം കളിക്കും. റാഷ്ഫോർഡിന് പകരം ഗർനാച്ചോ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. അത്രേ പറയാൻ പറ്റുള്ളൂ. ഗർനാച്ചോ പെർഫെക്റ്റ് ആണോയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റാഷ്ഫോർഡിനെക്കാളും എന്തുകൊണ്ടും ഗർനാച്ചോ ബെറ്ററാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. റാഷ്ഫോർഡിനെ കളിപ്പിക്കുന്നിടത്ത് ഗർനാച്ചോ കളിപ്പിച്ചാൽ ബെറ്റർ ആയിരിക്കും. അമാദ് എന്തുമാത്രം ചാൻസ് ക്രിയേറ്റ് ചെയ്തു ആലോചിച്ച് നോക്കുക. ആ പയ്യൻ ഒറ്റയ്ക്ക്, അവൻ്റെ സ്റ്റെപ്പ് മദറാന്ന് തോന്നുന്നു മരണപ്പെട്ടത്. സ്റ്റെപ്പ് മദർ മരണപ്പെട്ടിട്ട് എന്തുമാത്രം ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഹമാദ് ഒരു ഗോൾ അടിച്ചു. എന്തിന്? ആർക്ക്? അവസാനത്തെ ഈ ബ്രൈറ്റൺ അടിച്ച ഗോൾ കണ്ടോ? സെക്കൻഡ് ഗോള്. ഒരു ഡിഫൻഡർ ഇല്ല, 2 പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. ആലോചിച്ച് നോക്ക്, ഒന്നല്ല 2 ബ്രൈറ്റൺ പ്ലേയേഴ്സാണ് നിന്നത്. അതിൽ ഒരാളാണ് ഗോൾ അടിച്ചത്. ഡിഫൻഡേഴ്സിനെ കാണുന്നില്ല, മാർക്കിംഗ് ഇല്ല. പിന്നെ എന്താണ് നമ്മൾ ഈ വലിയ ടാക്ടിക്കൽ ജീനിയസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ വലിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കളിക്കാൻ അറിയാതെ എന്തിനാണ് പിന്നെ ഈ മറ്റേ പെപ്പ് ഗാർഡിയോളയൊക്കെ കളിക്കുന്ന മാതിരി സ്ട്രൈക്കറില്ലാതെയൊക്കെ കളിക്കാൻ നോക്കുന്നത്? അതൊക്കെ ആദ്യം നമ്മൾ അടിസ്ഥാനപരമായി നിൽക്കാൻ പഠിക്കുക, എന്നിട്ടല്ലേ ഓടാൻ പഠിക്കും. ഇരിക്കാൻ പോലും അറിയില്ല, പിന്നീട് നിൽക്കുന്നത്, എന്നിട്ടാണ് പിന്നെ ഓടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പെപ്പ് ഗാർഡിയോളയൊക്കെ സ്ട്രൈക്കറില്ലാതെ കളിക്കുന്നത് വെച്ചാൽ ബാക്കി
10 കളിക്കാർ ഔട്ട്ഫീൽഡ് പ്ലെയേഴ്സ്, ബാക്കി 10 പേരും സ്ട്രൈക്കറിൻ്റെ പൊസിഷൻ ഒക്കുപ്പൈ ചെയ്ത് കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അത് രണ്ടും നമ്മൾ സ്ട്രൈക്കറില്ലാതെ കളിക്കുന്ന വ്യത്യാസമുണ്ട്. പിന്നെ അവസാനം എല്ലാം കൈവിട്ട് പോയിട്ട് ഒരു സ്ട്രൈക്കറിന് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല, ഇത് എനിക്കൊരു ഫൂളിഷ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കളിക്കുന്നെങ്കിൽ ബേസിക് ആയിട്ടുള്ള കഴിവുള്ള കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ കളിപ്പിക്കുക, എന്നിട്ട് ടാക്ടിക്സ് ഉണ്ടാക്കുക, ഇല്ലേ? ഇപ്പോൾ അഹമ്മദ്, മസ്റാവി, പിന്നെ ബ്രൂണോ ഒരു എക്സ്റ്റെൻഡ് വരെ കുഴപ്പമില്ല. അയാൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി, കുറേ പൊട്ടത്തരങ്ങൾ കാണിക്കുമെങ്കിലും കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ട് പുള്ളിക്കാരനും. പിന്നെ അതുപോലെ കുറച്ചൊക്കെ ഇപ്പം ഡാലോ അത്യാവശ്യം കുറച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ ഡെലിറ്റ്, ഇവരെയൊക്കെ ഒന്ന് ഇവരെയൊക്കെയല്ലേ കളിപ്പിക്കേണ്ടത്. എന്തിനാണ് ഈ മെക്ടോമിനെ കളിപ്പിക്കുക, റാഷ്ഫോർഡിനെ കളിപ്പിക്കുക? ഇവരൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെന്താ മനസ്സിലാക്കാത്തത്? അത് മനസ്സിലാക്കാൻ എത്ര പാടെന്താണ്? ബ്രൂണോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെക്ടോമിനെ കൊണ്ടുവരിക. എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ 1-1 നിൽക്കുന്ന സമയത്ത്, നമുക്ക് ഗെയിം ഓപ്പൺ ആവുന്ന സമയത്ത്, ക്രിയേറ്റ് ചെയ്ത് പുതിയ ഗോൾ അടിക്കേണ്ട സമയത്ത്, സ്ട്രൈക്കേഴ്സിനും വിങ്ങിലേക്കും ഒക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യേണ്ട സമയത്ത് ആകെപ്പാടെ ക്രിയേറ്റ് ചെയ്യാറിയാന്നുള്ള ഒരു പ്ലെയർ ബ്രൂണോ. എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ബ്രൂണാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെക്ടോമിനെ കൊണ്ടുവരിക. ഈ മെക്ടോമിനി ഒബ്സഷൻ എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മെക്ടോമിനി എല്ലാ കളിയിലുണ്ടല്ലോ മെക്ടോമിനെ കളിപ്പിക്കണമെന്ന് എവിടെയെങ്കിലും കോൺട്രാക്റ്റിൽ എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ മെക്ടോമിനി റാഷ്ഫോർഡ് ഇവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ മെനക്കെട്ട് കളിപ്പിക്കുന്നത്? മെക്ടോമിനിയൊന്നും ഒരു യുണൈറ്റഡ് പ്ലെയർ അല്ല. പ്രീമിയർ ലീഗ് പോലും കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മെക്ടോമിനിക്ക്. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യമാണ് വരുന്നത് മെക്ടോമിനെ കാണുമ്പോൾ. കാരണം ഒന്ന്, അയാൾ പോകാൻ നിൽക്കുവാണ്. അയാൾ മറ്റേ നാപ്പോളിയിലേക്ക് ഏതാണ്ടൊക്കെ ട്രാൻസ്ഫർ ഉറപ്പിച്ച മട്ടാണ്. പിന്നെ എന്തിനാണ് മെക്ടോമിനെ കൊണ്ടുവന്ന് കളിപ്പിച്ച് ടാക്ടിക്സ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് ഫസ്റ്റ് ടീമറാക്കാനാണോ? ഇയാൾ എത്ര വർഷമായിട്ട് കളിക്കുന്നത് മെക്ടോമിനി? എത്ര വർഷമായിട്ട് ഈ ടീമിൽ കളിക്കുന്നത്? ഇപ്പോഴും യൂത്ത് പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാതിരിയാണ് മെക്ടോമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടീമറായി സ്ഥിരം കളിക്കാരനെ ക്രിയേറ്റർ ആവേണ്ട ഒരു പ്ലെയറാണ് മെക്ടോമിനി. അയാളെ കൊണ്ട് അത് പറ്റാത്തതുകൊണ്ടാണ് അയാളുടെ ബെഞ്ചിലിരിക്കുന്നതും ഇപ്പോഴും ഒന്നും പറ്റാതെ ചുമ്മാ വെറുതെ നിൽക്കുന്നതും. അയാളെ കൊണ്ട് പറ്റില്ല. അയാളെയൊക്കെ സെല്ല് ചെയ്ത് എത്രയോ വർഷം മുമ്പ് ഇയാളെയൊക്കെ സെല്ല് ചെയ്ത് കളയേണ്ട ആളാണ്. ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റാഷ്ഫോർഡിനെ മെക്ടോമിനെ കളിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എനിക്ക് ടെനാഗിൻ്റെ ഡിസിഷനാണോ അതോ ഇനി ബോർഡിൻ്റെ എന്തെങ്കിലും പ്രഷർ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പോൾ മെക്ടോമിനെയും റാഷ്ഫോർഡിനെയൊക്കെ പ്യുവർ പ്രോഫിറ്റ് ആണല്ലോ. അവരൊക്കെ അക്കാഡമിയിൽ നിന്ന് വന്ന കളിക്കാരാണ്. അവരെയൊക്കെ അത്യാവശ്യം വലിയ കളിക്കാരാക്കി ചിത്രീകരിച്ച് വിറ്റ് കഴിഞ്ഞാൽ 10, 50, 60 മില്യൺ വാങ്ങാമെന്നുള്ളൊരു ഈ ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഈ മണ്ടത്തരമായ ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മളെ യുണൈറ്റഡ് എന്നുള്ള ടീമിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. എനിക്ക് ഈ ഗെയിം അനലൈസ് ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്തിനാ ഇപ്പോൾ അനലൈസ് ചെയ്തിട്ട് എടുക്കാൻ? അവസാനത്തെ 80ാമത്തെ മിനിറ്റിൽ കൊണ്ട് ഡെലിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൂണോയെ സബ് ചെയ്യുക. അവസാനം ഏറ്റവും ആവശ്യമുള്ള സമയത്ത്, ക്രിയേറ്റിവിറ്റി വെച്ച് കളിക്കാൻ കഴിവുള്ള പ്ലെയേഴ്സിന് ആവശ്യമുള്ള സമയത്ത് മൗണ്ടിനെ ആദ്യം കളിപ്പിക്കുക. എനിക്ക് മൗണ്ടിനെങ്കിലും കൊണ്ടുവരുമായിരുന്നു. മൗണ്ടിനെ ആദ്യം കളിപ്പിച്ചിട്ട് മൗണ്ടിനെ സബ് ചെയ്തു. അപ്പോൾ പിന്നെ മൗണ്ടിനെ വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ബ്രൂണോ അങ്ങ് സബ് ചെയ്തേക്കാം. മെക്ടോമിനെ കയറ്റാൻ എന്തായാലും ഗോൾ അടിക്കും. കണ്ടായിരുന്നു. വയ്യ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളി കണ്ട് മടുത്തു. ഓരോ ദിവസവും കളി തുടങ്ങുമ്പോഴും വിചാരിക്കും
ഇന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന്, ഈ സീസണെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കും. പുതിയൊരു മാനേജർ വരുമ്പോൾ വിചാരിക്കും ഇതെങ്കിലും നടക്കുമെന്ന് വിചാരിക്കും. പുതിയ ബോർഡ് വന്നപ്പോൾ വിചാരിച്ചു ഇനിയെങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഹോപ്പുമില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, ഇന്നത്തെ കളിയിൽ നിന്ന് ടെൻ ഹാഗ് ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ലാസ്റ്റ് ലോങ്. അത്രേ എനിക്ക് പറയുള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. നമുക്ക് അടുത്ത മാച്ചിന് കാണാം ഹോപ്പ്ഫുള്ളി.